നമുക്കിന്ന് ചിക്കൻ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് ഞാനെടുത്ത മസാല: ഒരു പിടി മല്ലിയില, പകുതി തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് പുതിനയില, പകുതി സവാള, 5-8 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഒരു ചിക്കൻ ലെഗ് പീസ് എടുത്ത് നമുക്കിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് മസാല ഉള്ളിൽ കയറാൻ വേണ്ടിയാണ്. ഇതിനു മുകളിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പകുതി പുളിനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ 2 ഭാഗത്തും ചേർത്തെടുക്കും. ഇനി ഒരു ഹാമർ കൊണ്ടോ ചപ്പാത്തി കോല് കൊണ്ടോ നല്ലതുപോലെ ഇതിനു മുകളിൽ അടിച്ചു കൊടുക്കാം. അത് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇതിലേക്കിട്ട് 2 ഭാഗത്തും തേച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ്. മസാല ചേർത്ത് വെച്ച ചിക്കൻ അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ്. ഇനി 1 ടീസ്പൂൺ ഓയിൽ ഇതിൽ ഒഴിച്ച് ചേർത്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ നേരം വെച്ച ശേഷം നമുക്ക് എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ്. ഇരുപത് മിനിറ്റ് നേരം വയ്ക്കണം. അതിനുശേഷം ഇത് ഓയിൽ തേച്ച് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാവുക. 2 ഭാഗവും ഇതുപോലെ ഓയിൽ തേച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സ്വാദാണ്. പിന്നെ ഇത് ഓയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി വേണമെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് തിരിച്ചും മറിച്ചും എടുത്താൽ ഇത് റെഡിയായി. ഇത് ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ വേറൊരു രീതിയിൽ ആക്കിയെടുക്കുന്നതാണ്. ഇതിന് വേറൊരു സ്വാദാണ് ഉണ്ടാവുക, ഫ്രൈ ചെയ്ത സ്വാദല്ല. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.